2 ദിനവൃത്താന്തം 32-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഈ കാര്യങ്ങളും ഈ വിശ്വസപ്രവൃത്തിയും കഴിഞ്ഞ ശേഷം അശ്ശൂർ രാജാവായ സൻഹേരീബ് വന്ന് യഹൂദയിൽ കടന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ നിരോധിച്ച് കൈവശമാക്കുവാൻ വിചാരിച്ചു. സൻഹേരീബ് വന്ന് യെരുശലേമിനെ ആക്രമിപ്പാൻ ഭാവിക്കുന്നുവെന്ന് യെഹെസ്കേയാവ് കണ്ടിട്ട് പട്ടണത്തിന് പുറത്തുള്ള ഉറവുകളിലെ വെള്ളം നിർത്തിക്കളയേണ്ടതിന് തന്റെ പ്രഭുക്കന്മാരോടും വീരന്മാരോടും ആലോചിച്ചു. അവർ അവനെ സഹായിച്ചു. അങ്ങനെ വളരെ ജനം ഒന്നിച്ചുകൂടി അശ്ശൂർ രാജാക്കന്മാർ വന്ന് വളരെ വെള്ളം കാണുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എല്ലാ ഉറവുകളും ദേശത്തിന്റെ നടുവിൽ കൂടി ഒഴുകിയ തോടും അടച്ചു കളഞ്ഞു. അവൻ ധൈര്യപ്പെട്ടു ഇടിഞ്ഞുപോയ മതിലൊക്കെയും പണിതു, ഗോപുരങ്ങളും പുറത്തു വേറൊരു മതിലും കെട്ടിപ്പൊക്കി. ദാവീദിന്റെ നഗരത്തിലെ മില്ലോവിന്റെ കേടും പോക്കി. അനവധി കുന്തവും പരിചയും ഉണ്ടാക്കി. അവൻ ജനത്തിന് പടനായകന്മാരെ നിയമിച്ചു. അവരെ നഗരവാതിൽക്കലുള്ള വിശാല സ്ഥലത്ത് തന്റെ അടുക്കൽ ഒന്നിച്ചുകൂട്ടി. അവരോട് ധൈര്യമായി സംസാരിച്ചു. ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പീൻ. അശ്ശൂർ രാജാവിനെയും അവനോടുകൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത്. നിങ്ങൾ ഭ്രമിക്കരുത്. അവനോടുകൂടെയുള്ളതിലും വലിയൊരുവൻ നമ്മോടുകൂടെയുണ്ട്. അവനോടുകൂടെ മാംസഭുജമേയുള്ളൂ. നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു. ജനം യഹൂദരാജാവായ യെഹെസ്കേയാവിന്റെ വാക്കുകളിൽ ആശ്രയിച്ചു. അനന്തരം അശ്ശൂർ രാജാവായ സൻഹേരീബ് അവനും അവനോടുകൂടെയുള്ള സൈന്യമൊക്കെയും ലാഹീശിനരികെ ഉണ്ടായിരുന്നു. തന്റെ ദാസന്മാരെ യെരുശലേമിലേക്ക് യഹൂദരാജാവായ യെഹെസ്കേയാവിന്റെയും യെരുശലേമിന്റെയും സകല യഹൂദ്യരുടെയും അടുക്കൽ അയച്ചു പറയിച്ചതെന്നാൽ, അശ്ശൂർ രാജാവായ സൻഹേരീബ് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ യെരുശലേമിൽ നിരോധം സഹിച്ചു പാർപ്പാൻ എന്തൊന്നിലാകുന്ന ആശ്രയിക്കുന്നത്? നമ്മുടെ ദൈവമായ യഹോവ നമ്മെ അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവെന്ന് യെഹെസ്കേയാവ് പറഞ്ഞ വിശപ്പും ദാഹവും കൊണ്ട് ചാകേണ്ടതിന് നിങ്ങളെ വശീകരിക്കുന്നില്ലയോ? അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും നീക്കിക്കളയുകയും യഹൂദയോടും യെരുശലേമിനോടും നിങ്ങൾ ഒരേ പീഠത്തിനു മുമ്പിൽ നമസ്കരിച്ചു അതിന്മേൽ ധൂപം കാട്ടണമെന്ന് കൽപ്പിക്കുകയും ചെയ്തത് ഈ യെഹെസ്കേയാവ് തന്നെയല്ലോ. ഞാനും എന്റെ പിതാക്കന്മാരും അതത് ദേശങ്ങളിലെ സകല ജാതികളോടും എന്തു ചെയ്തുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശങ്ങളെ എന്റെ കൈയിൽ നിന്ന് വിടുവിപ്പാൻ കഴിഞ്ഞുവോ? എന്റെ പിതാക്കന്മാർ നിർമ്മൂലനാശം വരുത്തിയിരിക്കുന്ന ജാതികളുടെ സകല ദേവന്മാരിലും വെച്ച് ഒരുവനും തന്റെ ജനത്തെ എന്റെ കൈയിൽ നിന്ന് വിടുവിപ്പാൻ കഴിയാതിരിക്കെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ എന്റെ കൈയിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമോ? ആകയാൽ യെഹെസ്കേയാവ് നിങ്ങളെ ചതിക്കരുത്, ഇങ്ങനെ നിങ്ങളെ വശീകരിക്കരുത്. നിങ്ങൾ അവനെ വിശ്വസിക്കുകയും അരുത്. യാതൊരു ജാതിയുടെയോ രാജ്യത്തിന്റെയോ ദേവനും തന്റെ ജനത്തെ എന്റെ കൈയിൽ നിന്നും എന്റെ പിതാക്കന്മാരുടെ കൈയിൽ നിന്നും വിടുവിപ്പാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എന്റെ കൈയിൽ നിന്ന് വിടുവിക്കുന്നത് എങ്ങനെ? അവന്റെ ദാസന്മാർ യഹോവയായ ദൈവത്തിനും അവന്റെ ദാസനായ യെഹെസ്കേയാവിനും വിരോധമായി പിന്നെയും അധികം സംസാരിച്ചു. അതത് ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എന്റെ കൈയിൽ നിന്ന് വിടുവിക്കാതിരുന്നതുപോലെ യെഹെസ്കേയാവിന്റെ ദൈവവും തന്റെ ജനത്തെ എന്റെ കൈയിൽ നിന്ന് വിടുവിക്കുകയില്ല എന്നിങ്ങനെ അവൻ യിസ്രായേലിന്റെ ദൈവമായ യഹോവയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും എഴുത്തും എഴുതി അയച്ചു. പട്ടണം പിടിക്കേണ്ടതിനു അവർ യെരുശലേമിൽ മതിലിന്മേലുള്ള ജനത്തെ പേടിപ്പിച്ച് ഭ്രമിപ്പിപ്പാൻ യഹൂദ്യ ഭാഷയിൽ അവരോട് ഉറക്കെ വിളിച്ചു. മനുഷ്യരുടെ കൈപ്പണിയായ ജാതികളുടെ ദേവന്മാരെക്കുറിച്ച് എന്നപോലെ യെരുശലേമിന്റെ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു. ഇത് നിമിത്തം യെഹെസ്കേയാ രാജാവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ചു സ്വർഗ്ഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശ്ശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അവൻ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവന്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾകൊണ്ട് കൊന്നുകളഞ്ഞു. ഇങ്ങനെ യഹോവ യെഹെസ്കേയാവെയും യെരുശലേം നിവാസികളെയും അശ്ശൂർ രാജാവായ സൻഹേരീബിന്റെ കൈയിൽ നിന്നും മറ്റെല്ലാവരുടെയും കൈയിൽ നിന്നും രക്ഷിച്ചു അവർക്ക് ചുറ്റിലും വിശ്രമം നൽകി. പലരും യെരുശലേമിൽ യഹോവയ്ക്ക് കാഴ്ചകളും യഹൂദരാജാവായ യെഹെസ്കേയാവിന് വിശേഷ വസ്തുക്കളും കൊണ്ടുവന്നു. അവൻ അന്നു മുതൽ സകല ജാതികളുടെയും ദൃഷ്ടിയിൽ ഉന്നതനായിത്തീർന്നു. ആ കാലത്ത് യെഹെസ്കേയാവിന് മരണകരമായ ദീനം പിടിച്ചു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു. അതിന് അവൻ ഉത്തരമരളി ഒരു അടയാളവും കൊടുത്തു. എന്നാൽ യെഹെസ്കേയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും
യെരൂശലേമിന്മേലും കോപമുണ്ടായി. എങ്കിലും തന്റെ ഗർവത്തെക്കുറിച്ച് യെഹിസ്കീയാവും യെരൂശലേം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് യഹോവയുടെ കോപം യെഹിസ്കീയാവിന്റെ കാലത്ത് അവരുടെ മേൽ വന്നില്ല. യെഹിസ്കീയാവിനു അനവധി ധനവും മാനവും ഉണ്ടായിരുന്നു. അവൻ വെള്ളി, പൊന്ന്, രത്നം, സുഗന്ധവർഗ്ഗം, പരിച, സകലവിധ മനോഹര വസ്തുക്കൾ എന്നിവയ്ക്കായി ഭണ്ഡാരഗ്രഹങ്ങളും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്ന അനുഭവങ്ങൾക്കായി പാണ്ഡിശാലകളും സകലവിധ മൃഗങ്ങൾക്കും പുരകളും ആട്ടിൻകൂട്ടങ്ങൾക്ക് തൊഴുത്തുകളും ഉണ്ടാക്കി. ദൈവം അവന് അനവധി സമ്പത്ത് കൊടുത്തിരുന്നതുകൊണ്ട് അവൻ പട്ടണങ്ങളെയും ആടുമാട് കൂട്ടങ്ങളെയും വളരെ സമ്പാദിച്ചു. ഈ യെഹിസ്കീയാവ് തന്നെ ഗീഹോൻ വെള്ളത്തിന്റെ മേലത്തെ ഒഴുക്ക് തടുത്ത് ദാവീദിന്റെ നഗരത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് താഴോട്ട് വരുത്തി. അങ്ങനെ യെഹിസ്കീയാവ് തന്റെ സകല പ്രവൃത്തികളും കൃതാർത്ഥനായിരുന്നു. എങ്കിലും ദേശത്തിൽ സംഭവിച്ചിരുന്ന അതിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവന്റെ അടുക്കലയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും അറിയുവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു. യെഹിസ്കീയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സൽപ്രവൃത്തികളും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ ദർശനത്തിലും യഹൂദയിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യെഹിസ്കീയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ പുത്രന്മാരുടെ കല്ലറകളിലേക്കുള്ള കയറ്റത്തിങ്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മരണസമയത്ത് എല്ലാ യഹൂദയും യെരൂശലേം നിവാസികളും അവനെ ബഹുമാനിച്ചു. അവന്റെ മകനായ മനശ്ശെ അവന് പകരം രാജാവായി.